നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നംഗേ പയർ എന്ന പാഠഭാഗത്തു നിന്നും വരുന്ന ക്വസ്റ്റ്യൻ ആൻസറും ടെസ്റ്റ് വർക്കാണ് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് പാഠപുസ്തകത്തിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ബന്ദ് ദർവാസ खोलने में उसे थोड़ा समय लगा. दरवाजे से बाहर और हॉल को पार कर आगे आने में देर लगी. देर लगने का क्या कारण है? അടച്ചിരുന്ന വാതിൽ തുറക്കുവാൻ അവൾക്ക് കുറച്ച് സമയം വേണ്ടിവന്നു. മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ഹാൾ കടന്നു വരുവാൻ ഇത്തിരി താമസമുണ്ടായി. ഇങ്ങനെ വൈകാൻ എന്താണ് കാരണം? ഉത്തർ: ബേബി അബങ്ക് ഹേ. ബേബി വികലാംഗയാണ്. അബങ്ക് വികലാംഗ. ഉസ്കെ ഏക് പൈർ നഹി ഹേ. അവൾക്ക് ഒരു കാലില്ല. ബൈസാക്കിയോ കെ സഹാരെ ഹി വഹ് ചൽത്തി ഹേ. ഊന്നുവടിയുടെ സഹായത്താലാണ് അവൾ നടക്കുന്നത്. യഹി ഉസ്കെ ദേർ ലഗ്നെ കാ കാരൺ ഹേ. ഇതാണ് അവൾ വൈകാൻ കാരണം. അടുത്ത ക്വസ്റ്റ്യൻ. दोपहर में बेबी को अकेलापन लगता. बेबी बाहर निकल ना पाती. जो अकेलापन सहते हैं वे हमसे क्या क्या चाहते होंगे? ഉച്ച സമയമാകുമ്പോൾ ബേബിക്ക് ഏകാന്തത അനുഭവപ്പെടാറുണ്ട്. അവൾക്ക് പുറത്തിറങ്ങാൻ കഴിയുമായിരുന്നില്ല. ഏകാന്തത അനുഭവപ്പെടുന്നവർ നമ്മളിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാകും? ഉത്തർ: ജോ അക്കേലാപ്പൻ സഹത്തെ ഹേ വേ ഹംസെ ദോസ്തി, പ്യാർ, സാന്ത്വന, സംവാദ് ആദി ചാഹത്തെ ഹോങ്കെ. ഏകാന്തത അനുഭവിക്കുന്നവർ നമ്മളിൽ നിന്ന് സൗഹൃദം, സ്നേഹം, ആശ്വാസം, സംഭാഷണം എന്നിവ ആഗ്രഹിക്കുന്നുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ. ലഗ്നെ ദോ ബഹിൻ. पोस्टमैन का काम जिस तिसकी टाक को जिस तिसके हाथ में सौंपने का है, आहते में फेंकने का नहीं. यहाँ कौन सा മനോഭാവ പ്രകട होता है? സാരമില്ല സോദരി. ഓരോരുത്തരുടെയും പേരിലുള്ള തപാലുരുപ്പടി അവരവരുടെ കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ് പോസ്റ്റ്മാൻ്റെ ജോലി. കോമ്പൗണ്ടിൽ വലിച്ചെറിയുക എന്നതല്ല. എന്ത് മനോഭാവമാണ് ഇവിടെ പ്രകടമാക്കുന്നത്? ഉത്തർ: ईमानदारी और कर्तव्यनिष्ठ यहाँ प्रकट होती है. സത്യസന്ധതയും കർത്തവ്യനിഷ്ഠയുമാണ് ഇവിടെ വ്യക്തമാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. बेबी ने मन ही मन निश्चय किया कि वह उस पोस्टमैन को नंगे पैर चलने नहीं देगी. यह तय करते ही उसे सुखद अनुभूति हुई. कारण क्या होगा? ബേബി ഒരു തീരുമാനമെടുത്തു. ഇനിമേൽ അവൾ ആ പോസ്റ്റ്മാനെ നഗ്നപാതനായി നടക്കുവാൻ അനുവദിക്കുകയില്ലെന്ന്. ഈ തീരുമാനം അവൾക്ക് സുഖകരമായ ഒരു അനുഭൂതിയാണ് നൽകിയത്. കാരണം എന്തായിരിക്കും? ഉത്തർ: പോസ്റ്റ്മാൻ कर्तव्यनिष्ठ एवं ईमानदार था. उसका नंगे पैर घूमना बेबी के लिए दुख की बात थी. एक असहाय व्यक्ति की मदद करने के अवसर को वह सौभाग्य मानती है. अतः उसे सुखद अनुभूति हुई. പോസ്റ്റ്മാൻ തൻ്റെ കർത്തവ്യം പൂർണ്ണമായി നിറവേറ്റുന്നവനും സത്യസന്ധനുമാണ്. അയാൾ നഗ്നപാതനായി നടക്കുന്നത് ബേബിയെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമായ സംഗതിയാണ്. നിസ്സഹായനായ ഒരാളെ സഹായിക്കുവാനുള്ള അവസരം ലഭിക്കുന്നത് അവൾ ഭാഗ്യമായി കരുതുന്നു. അതുകൊണ്ട് ഈ തീരുമാനം തന്നെ അവളെ സുഖാനുഭൂതിയിലാഴ്ത്തി. അടുത്ത ക്വസ്റ്റ്യൻ. തബ് ഹോളി കാ ത്യോഹാർ മനായ ജാ ചുക്കാ താ. ഇസ് പ്രസ്താവ് കാ താത്പര്യ ക്യാ ഹേ? അപ്പോഴേക്കും ഹോളി ആഘോഷിച്ചു കഴിഞ്ഞിരുന്നു. ഈ പ്രസ്താവന കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉത്തർ: ഹോളി ഉത്തർ ഭാരത് കാ പ്രസിദ്ധ ത്യോഹാർ ഹേ. ഹോളി ഉത്തരേന്ത്യയിലെ പ്രസിദ്ധമായ ആഘോഷമാണ്. ഇസ് അവസർ പർ മിത്ര ഔർ സംബന്ധി ആപസ് മേ മിൽത്തെ ഹേ, ഉപഹാർ ബാണ്ടത്തെ ഹേ ഓർ ഖുഷിയാ മനാത്തെ ഹേ. ഈ അവസരത്തിൽ സ്നേഹിതരും ബന്ധുക്കളും ഒത്തുചേരുകയും സമ്മാനങ്ങൾ പങ്കുവയ്ക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. बेबी को तो पोस्टमैन को एक उपहार देना था. इसके लिए यही ठीक अवसर था. ബേബിക്കാണെങ്കിൽ പോസ്റ്റ്മാന് ഒരു സമ്മാനം കൊടുക്കേണ്ടതുണ്ട്. ഇത് അതിനു പറ്റിയ അവസരമാണ്. യഹി ഇസ് പ്രസ്താവ് കാ താത്പര്യ ഹേ. ഇതാണ് ഈ പ്രസ്താവന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. സാഹബ് മേരി ലൈൻ ബദൽ ദീജിയെ. സിറ്റി മേ കहीं भी ബദലി കർ ദീജിയെ. ऐसा क्यों कहा होगा? സാർ, എൻ്റെ റൂട്ട് മാറ്റം തന്നാലും സിറ്റിയിൽ എവിടെയെങ്കിലും സ്ഥലം മാറ്റം തന്നാലും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞത്? ഉത്തർ:
बेबी ने പോസ്റ്റ്മാൻ के नंगे पैर को जूते दिए. ബേബി പോസ്റ്റ്മാൻ്റെ നഗ്നപാദങ്ങൾക്ക് ചെരുപ്പ് കൊടുത്തു. इसके बदले പോസ്റ്റ്മാൻ उसे क्या दे सकता है? അതിനു പകരമായി പോസ്റ്റ്മാൻ ആ കുട്ടിക്ക് എന്തു കൊടുക്കും? क्योंकि ബേബിക്ക് पैर नहीं है. എന്തുകൊണ്ടെന്നാൽ ബേബിക്ക് കാലാണ് ഇല്ലാത്തത്. വഹ പോസ്റ്റ്മാൻ കൈസെ ദേ സക്കേഗാ. അത് എങ്ങനെ അയാൾക്ക് കൊടുക്കാനാകും? ഇസ്ലിയെ വഹ ഐസാ കഹാ ഹോഗ. അതുകൊണ്ടായിരിക്കും അയാൾ അങ്ങനെ പറഞ്ഞത്. അടുത്തത് ടെസ്റ്റ് വർക്കാണ്. പോസ്റ്റ്മാൻ की आवाज़ उसके कानों में आई पर फर्श पर डाक गिरने की आवाज़ सुनाई नहीं दी. പോസ്റ്റ്മാൻ്റെ ശബ്ദം അവളുടെ ചെവികളിലെത്തി, പക്ഷേ തപാൽ തറയിൽ വീഴുന്ന ശബ്ദം കേൾക്കാൻ കഴിഞ്ഞില്ല. ബേബി പീച്ചെ മൂടി സംഭൽക്കർ പലങ്ക് സെ ഉത്തരി. ബേബി പിന്നോട്ട് തിരിഞ്ഞു, ശ്രദ്ധിച്ച് കട്ടിലിൽ നിന്നിറങ്ങി. फिर बैसाखियों के सहारे एक एक कदम चलकर दरवाजे तक आई. പിന്നീട് ഊന്നുവടിയുടെ സഹായത്തോടെ ഓരോരോ ചുവട് വെച്ച് വാതിൽക്കൽ വരെ വന്നു. बेबी हर बात का सूक्ष्म निरीक्षण करती है, उसके मुताबिक व्यवहार भी करती है. ബേബി ഓരോ കാര്യവും സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു, അതിനനുസൃതമായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ജയ്സെ पोस्टमैन की आवाज़ उसके कानों में आई पर डाक के गिरने की आवाज़ सुनाई नहीं दी. പോസ്റ്റ്മാൻ്റെ ശബ്ദം അവളുടെ ചെവികളിലെത്തി, പക്ഷേ തപാൽ തറയിൽ വീഴുന്ന ശബ്ദം കേൾക്കാൻ കഴിഞ്ഞില്ല. ബേബി ബൈസാഖിയോं के सहारे दरवाजे तक आई. ബേബി ഊന്നുവടിയുടെ സഹായത്തോടെ ഓരോരോ ചുവട് വെച്ച് വാതിൽക്കൽ വരെ വന്നു. ഇവിടെ താഴെയായി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ലിഖേം ഇൻ പർ ആപ്കി പ്രതിക്രിയ. ഇവയോട് നിങ്ങളുടെ പ്രതികരണം എഴുതാം. രസോയി സെ ഗാനെ കി മഹക് ആ രഹി ഹേ. അടുക്കളയിൽ നിന്ന് ഭക്ഷണത്തിൻ്റെ മണം വന്നുകൊണ്ടിരുന്നു. മുഹ് മേ പാനി ഭർ ഗയാ. വായിൽ വെള്ളം നിറഞ്ഞു. ദസ്തക് ദേനെ കി ആവാസ് ആ രഹി ഹേ. വാതിലിൽ മുട്ടുന്ന ശബ്ദം വന്നുകൊണ്ടിരുന്നു. मैं अपने कमरे से उड़कर आया और खिड़की से बाहर देखा. ഞാൻ മുറിയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. സ്കൂൾ में घंटी लंबी बज रही है. സ്കൂളിലെ മണി ദീർഘനേരം മുഴങ്ങിക്കൊണ്ടിരുന്നു. मैं तेज चलने लगा. ഞാൻ വേഗത്തിൽ നടക്കാൻ തുടങ്ങി. बादलों के गरजने की आवाज़ आ रही है. ഇടി മുഴങ്ങുന്ന ശബ്ദം വന്നുകൊണ്ടിരുന്നു. मैं घर के अंदर चला गया. ഞാൻ വീടിനകത്തേക്ക് നടന്നു. कोई दोस्त पुकार रहा है. ഏതോ കൂട്ടുകാരൻ വിളിച്ചുകൊണ്ടിരുന്നു. मैं उससे मिलने बाहर आया. ഞാൻ അവനെ കാണാൻ പുറത്തേക്ക് വന്നു. അടുത്തത് ഡയറി ലിഖേം. ഡയറി എഴുതാം. बेबी ने मन ही मन निश्चय किया कि वह उस पोस्टमैन को नंगे पैर चलने नहीं देगी. यह तय करते ही उसे सुखद अनुभूति हुई. सोचें उस दिन बेबी के मन में कौन कौन से विचार आए होंगे. बेबी के विचारों को डायरी के रूप में लिखें. പോസ്റ്റ്മാനെ ചെരുപ്പിടാതെ നടക്കാൻ അനുവദിക്കില്ലെന്ന് ബേബി മനസ്സിൽ തീരുമാനിച്ചു. അപ്പോൾ നിശ്ചയിച്ചപ്പോൾ തന്നെ അവൾക്ക് മനസ്സിൽ സന്തോഷം തോന്നി. ആ ദിവസം ബേബിയുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകൾ വന്നു കാണും. ബേബിയുടെ ചിന്തകൾ ഡയറിയുടെ രൂപത്തിൽ എഴുതാം. ഡയറി എഴുതുമ്പോൾ താരീഖ് ദിൻ നിർബന്ധമായും എഴുതിയിരിക്കണം. താരീഖ് ഡേറ്റ് ദിൻ ദിവസം. ആജ്കൽ നയ പോസ്റ്റ്മാൻ ആ രഹാ ഹെ. ഈയിടെയായി പുതിയ പോസ്റ്റ്മാനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇമാൻദാർ കർത്തവ്യനിഷ്ഠ എവ് ബച്ചോं के से चेहरे वाला. കുട്ടികളുടേതുപോലുള്ള മുഖമുള്ള സത്യസന്ധനും കർത്തവ്യബോധവുമുള്ള പോസ്റ്റ്മാൻ. വഹ കബി ഡാക്ക് ഫേങ്ക് കർ നഹി ജാത്ത. അദ്ദേഹം ഒരിക്കലും കത്ത് എറിഞ്ഞിട്ട് പോകാറില്ല. പർ ബേചാര ഇസ് ഗർമി മേ ബി നംഗെ പൈർ ഘൂംതാ ഹെ. പക്ഷേ എന്നാൽ അദ്ദേഹം ഈ വേനൽക്കാലത്തും നഗ്നപാതനായിട്ടാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. യദി ഉസ്കെ പാസ് ജൂത്തെ ഹോത്തെ തോ ജറൂർ പെഹൻ ലേത്തെ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെരുപ്പുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം തീർച്ചയായും ധരിക്കുമായിരുന്നു. മേരെ പാസ് 5 രൂപയെ ഹെ. എൻ്റെ കയ്യിൽ 5 രൂപയുണ്ട്. ഉസെ ഹരീബ മോച്ചിക്ക് ഹാത്ത് മേ ദേ ദൂങ്കി. അത് ഹരീബ ചെരുപ്പുകുത്തിയുടെ കയ്യിൽ കൊടുക്കും. വഹു നയെ ജൂത്തെ ബനാ ദേങ്കി. അദ്ദേഹം എനിക്ക് പുതിയ ചെരുപ്പ് ഉണ്ടാക്കിത്തരും. കിത്തനെ അച്ചേ ഹെ പോസ്റ്റ്മാൻ കെ പയർ. എത്ര നല്ലതാണ് പോസ്റ്റ്മാൻ്റെ കാലുകൾ. അബ് മേ ഉസെ നംഗെ പയർ ഘൂംനെ നാ ദൂങ്കി. ഇനി ഞാൻ അദ്ദേഹത്തെ നഗ്നപാതനായി സഞ്ചരിക്കാൻ അനുവദിക്കുകയില്ല. നംഗെ പയർ ശീർഷക് ഇസ് കഹാനി കെ ലിയെ കഹാം തക് സാർത്ഥക് ഹെ. अपना मत स्पष्ट करते हुए एक टिप्पणी लिखें. നഗ്നപാദങ്ങൾ എന്ന പേര് ഈ കഥയ്ക്ക് എത്രമാത്രം യോജിക്കുന്നു? നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കിക്കൊണ്ട് കുറിപ്പ് തയ്യാറാക്കുക. ശ്രീ വെങ്കടേഷ് മഡ്ഗുൽക്കർ की कहानी है नंगे पैर.
ശ്രീ വെങ്കടേഷ് മാഡ്കുൽക്കറിൻ്റെ കഥയാണ് നംഗേ പയർ. ഇസ് കഹാനി കാ കേന്ദ്ര പാത്ര ബേബി നാമക് ലഡ്കി ഹെ. ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം ബേബി എന്ന പെൺകുട്ടിയാണ്. ഉസേ ഏക് പൈർ നഹി ഹെ. ആ കുട്ടിക്ക് ഒരു കാൽ ഇല്ല. വഹ് ബൈസാഖിയോं के സഹാരെ ചൽത്തി ഹെ. ഊന്നുവടിയുടെ സഹായത്തോടു കൂടിയാണ് അവൾ നടക്കുന്നത്. ഘർ മേ വഹ് അക്കേലാപ്പൻ മഹസൂസ് കർത്തി ഹെ. വീട്ടിൽ അവൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്. घर में उसे सभी सुख सुविधाएं प्राप्त हैं, लेकिन उसके साथ कुछ समय बिताने, कुछ बातें करते कोई नहीं. इसलिए कोई न कोई परिचय आया देखकर ബേബി को अच्छा लगता. സ്വന്തം വീട്ടിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും അവളോടൊപ്പം അല്പം സമയം ചെലവഴിക്കാനോ സംസാരിക്കാനോ ആരുമില്ല. അതുകൊണ്ട് പരിചയമുള്ള ആരെയെങ്കിലും കാണുന്നത് അവൾക്ക് സന്തോഷമാണ്. സാധാരണത ആനെ വാലെ പോസ്റ്റ്മാൻ ഡാക് ഫേങ്ക് കർ ചലെ ജാത്തെ ഹെ. സാധാരണ വരാറുള്ള പോസ്റ്റ്മാൻമാർ കത്തിട്ട ശേഷം പോകുകയാണ് പതിവ്. ലെക്കിൻ വഹ് നയ പോസ്റ്റ്മാൻ ഐസ നഹി കർത്ത. എന്നാൽ പുതിയ പോസ്റ്റ്മാൻ അങ്ങനെയായിരുന്നില്ല. ഉസെ ബൈസാഖി കെ സഹാരെ ചലനെ വാലി പൻകുൽ ലഡ്കി പർ സഹാനുഭൂതി ഹുയി. അയാൾക്ക് ഊന്നുവടിയുടെ സഹായത്തോടെ നടക്കുന്ന വികലാംഗയായ കുട്ടിയോട് സഹതാപം തോന്നി. उसी प्रकार कड़ी धूप में डाक देने നംഗേ പാവ് ചലനെ വാലെ പോസ്റ്റ്മാൻ പർ ബേബി കോ ദയ ആയി. അതുപോലെ തന്നെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ കത്തുകളുമായി വീടുതോറും നഗ്നപാതനായി നടക്കുന്ന പോസ്റ്റ്മാനോട് ബേബിക്കും അനുകമ്പ തോന്നി. യഹാം ലേഖക് ദോ സംവേദനാത്മക സ്ഥിതി കോ ആംനെ സാംനെ രഖാ ഹെ. ഇവിടെ ലേഖകൻ മനസ്സിനെ സ്പർശിക്കുന്ന രണ്ട് അവസ്ഥകളെ മുഖാമുഖം നിർത്തിയിരിക്കുന്നു. ധൂപ് സെ जलती सड़क पर नंगे पाँव चलने वाले पोस्टमैन उस छोटी लड़की के मन को छूती है. ചുട്ടുപൊള്ളുന്ന വെയിലിൽ നഗ്നപാതനായി നടക്കുന്ന പോസ്റ്റ്മാൻ ആ കൊച്ചു പെൺകുട്ടിയുടെ മനസ്സിനെ സ്പർശിക്കുന്നു. തബ് വഹ് അപ്നി കമി ഭൂൽ ജാത്തി ഹെ. അപ്പോൾ അവൾ സ്വന്തം കുറവ് മറക്കുന്നു. ദോനും ഭൗതിക ജീവൻ കി സംവേദനാത്മക സ്ഥിതി ഹെ. രണ്ടും ഭൗതിക ജീവിതത്തിലെ ദുഃഖകരമായ അവസ്ഥകളാണ്. यहाँ दो व्यक्तियों के जीवन के वैयक्तिक दुख है. രണ്ട് പേരുടെ ജീവിതത്തിലെ വ്യക്തിപരമായ ദുഃഖങ്ങളാണ്. സ്വയം പങ്കുൽ ഹോത്തെ ഹുയെ ഭി സഹജീവി പർ ഉസ് ചോട്ടി ലഡ്കി കെ മൻ മേ സഹാനുഭൂതി ഹെ. സ്വയം വികലാംഗയായിരുന്നിട്ടും ആ കൊച്ചു പെൺകുട്ടിയുടെ മനസ്സിൽ സഹജീവികളോട് സഹാനുഭൂതിയാണ്. വഹ് ഉസ്കെ ലിയെ ജൂത്തെ ബനാക്കർ ദേത്തി ഹെ. അവൾ പോസ്റ്റ്മാന് ചെരുപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നു. ഇസ്ലിയെ നംഗേ പയർ നാമക് വഹ് ശീർഷക് സാർത്ഥക് ഹി ഹെ. അതുകൊണ്ട് നംഗേ പയർ എന്ന ശീർഷകം ഈ കഥയ്ക്ക് യോജിക്കുന്നതാണ്. അടുത്ത ടെസ്റ്റ് വർക്ക് ഇസ് വാക്യ പർ ധ്യാൻ ദേം. ഈ വാക്യം ശ്രദ്ധിക്കാം. പൈറോं की गोलाई आदि का ठीक ठीक माप. इसमें गोलाई शब्द गोल और आई के मेल से बना है. ध्यान दें. इससे अर्थ में कौन सा परिवर्तन आता है. इस तालिका में इसी प्रकार के और कुछ शब्दों को जोड़ें. ഇതിൽ ഗോലായി എന്ന വാക്ക് ഗോൽ, ആയി എന്നിവ ചേർന്നുണ്ടായതാണ്. ഇതിൽ നിന്ന് അർത്ഥത്തിൽ എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കാം. കൂടുതൽ പദങ്ങൾ കൂട്ടിച്ചേർക്കാം. വിശേഷൻ പ്രത്യയ് സംഖ്യ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. വിശേഷൻ ഗോൾ, പ്രത്യയ് ആയി, സംഖ്യ ഗോലായി. ചതുർ ആയി, ചതുരായി. സുന്ദർ ത, സുന്ദരത. കഠിൻ ആയി, കഠിനായി. അക്കേല പൻ, അക്കേലാപ്പൻ. മഹാൻ ത, മഹാനത. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.